ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് മഷ്റൂം ചീസ് ഓംലെറ്റ്. അപ്പോൾ ഇതിൽ രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് ഇതിൻ്റെ ഫില്ലിങ്സ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, ഇത് ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള. അപ്പോൾ ഫില്ലിങ്സിന് വേണ്ട ഘടകങ്ങൾ 100 ഗ്രാം മഷ്റൂം, ഒരു സവാള, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, ബട്ടർ, പിന്നെ ഈ കുരുമുളക് പൊടി രണ്ടിലും വേണം, ഉപ്പും രണ്ടിലും വേണം. ഇനി ഓംലെറ്റിന് വേണ്ട ഘടകങ്ങൾ 2 മുട്ട, അത് ഉണ്ടാക്കുന്നത് ബട്ടറിൻ്റെ അകത്താണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ചീസ് വേണം, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കും. നമ്മൾ ഈ മുട്ട അടിക്കുന്നതിന് മുമ്പ് ഈ 2 മുട്ടയ്ക്ക് 1 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചിട്ടാണ് അത് അടിക്കുന്നത്. അപ്പോൾ അരിയാനുള്ളതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 100 ഗ്രാം മഷ്റൂം, ഒരു സവാള, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത് വഴറ്റുന്നത് ബട്ടറിൻ്റെ അകത്താണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണ്ടി വരും. എരിവ് പോരെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രൊസീഡിയറിലോട്ട് കിടക്കാം, ഇതിൻ്റെ ഫില്ലിങ്സ് ഉണ്ടാക്കുന്ന പ്രൊസീഡിയർ. ആദ്യമായിട്ട് നമ്മളൊരു കടായി അടുപ്പത്ത് വെക്കുക. കടായി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ബട്ടർ ഇടുക, ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ. ഈ സമയത്തൊക്കെ നമ്മൾ സിമ്മിലിട്ടാൽ മതി, അതായിരിക്കും നല്ലത്. ആദ്യം വെളുത്തുള്ളി, അത് കഴിഞ്ഞ് പച്ചമുളക്. അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ട് സവാള ഇടാം. വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് സവാള ഇടുക. അപ്പം ഈ സമയത്ത് ഉപ്പിടണം. തൽക്കാലം ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടുക. നമ്മൾ മുട്ടയുടെ അകത്ത് ആൾറെഡി ഉപ്പ് കുറച്ച് ഇട്ടിട്ടുണ്ട്. നമ്മൾ മഷ്റൂം ഇതുപോലെയാണ് മുറിച്ചിരിക്കുന്നത്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഈ ഒന്ന് സിമ്മിലിട്ട് മൂടി വെച്ച് വേവിക്കുന്നതല്ലായിരിക്കും. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ സവാള ഒരുമാതിരി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് മഷ്റൂം ഇടുക. മഷ്റൂം ഇട്ടിട്ടും ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് മഷ്റൂമിൻ്റെ അകത്തുനിന്ന് ഇഷ്ടം പോലെ വെള്ളം ഇറങ്ങി വരും. അതിൽ കിടന്ന് ശരിക്ക് മഷ്റൂം അങ്ങ് വേകും. ഒന്ന് മൂടി വെക്കുക. ഇടയ്ക്കൊന്ന് മൂടി പൊക്കിയിട്ട് ഇളക്കി കൊടുക്കണം. ഇഷ്ടംപോലെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. നമുക്കത് ഈ കുമിള് വേകാനായിട്ട് നല്ലതായി വെള്ളം ഇറങ്ങി വരും. നമ്മൾ ഈ സമയത്ത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് റെഡിയായി. ഇനി ഇതിൻ്റെ അകത്ത് പുറമേ കുറച്ച് മല്ലിയില ഇടുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓംലെറ്റിൻ്റെ അകത്ത് ഇരുന്ന് ചെറുതായിട്ട് വെന്താൽ മതി. അല്ല കൂടുതൽ ഇട്ട് മല്ലിയില ഇട്ട് വേവിക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകും. അപ്പോൾ ഇവിടെ നമ്മൾ ലോ ഫ്ലെയിമിലായി കുറച്ച് ബട്ടർ ഇടുക. ഈ ഓംലെറ്റിൻ്റെ അകത്ത് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 2 മുട്ട, ഇച്ചിരി മല്ലിയില, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പാൽ, ബട്ടർ ഒഴിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ സിമ്മിലിടണം. ഹൈ ഫ്ലെയിമിൽ യാതൊരു കാരണവശാലും ഇടരുത്. ഇപ്പോൾ ഒരുമാതിരി കല്ലി ചൂടായിട്ടുണ്ട്. മുട്ട കലക്കി വെച്ചിരിക്കുന്ന അതിലോട്ട് ഒഴിക്കുക. ഓംലെറ്റ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ പകുതി ഭാഗത്തേക്ക് ഫില്ലിങ്സ് വെക്കുക. അത് കഴിഞ്ഞിട്ട് ചീസ് അതിൻ്റെ മുകളിലായിട്ട് ചീസ് ചിരണ്ടി ഇടുക. അപ്പോൾ ചീസാണ് ഈ അരിഞ്ഞിട്ടിരിക്കുന്നത്. ഇനി ഇത് ഈ ഓംലെറ്റ് ഇതിൻ്റെ പുറത്തോട്ട് വെക്കുക, പകുതി. ഇനി കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. അന്നേരം
അതിൻ്റെ അകത്ത് ആ മല്ലിയിലേക്ക് അങ്ങോട്ട്. അപ്പോൾ നമ്മുടെ മഷ്റൂം ചീസ് ഓംലെറ്റ് റെഡിയായി. മഷ്റൂം ചീസ് ഓംലെറ്റ്. ഇനി കൂടെ തിന്നാനായിട്ട് നമ്മൾ ബ്രെഡ് ടോസ് ചെയ്തെടുക്കണം. അത് നമ്മുടെ ഒരു ഡിന്നർ റെഡിയായി എന്ന് പറഞ്ഞാൽ ടോസ് ചെയ്ത ഒരു 4 പീസ് ബ്രെഡ്, മഷ്റൂം ചീസ് ഓംലെറ്റ്. ഇതൊക്കെ അതിൻ്റെ കൂടെയൊക്കെ ഗ്രീൻ സാലഡ് കടിച്ചു പറിക്കാനുള്ളതാണ്. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.